സംസാരപ്രിയം. സംസാരത്തിൽ സന്തോഷം കണ്ടെത്തുന്നിടത്ത് നിങ്ങളൊരു വസന്തം ഇനി പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ചളവള എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച് സന്തോഷം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിങ്ങൾക്ക് ഇത്രമാത്രമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത്രേ നടക്കുകയുള്ളൂ. ഇതിൽ താഴ്ത്തിക്ക് പോകുന്നതല്ല, ഇത് മുകളിലേക്ക് വരില്ല. ഞാൻ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേരാണ് ആബ മക്കാറിയൂസ്. മക്കാറിയൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസർട്ട് ഫാദറാണ്. ഞാനിപ്പോൾ കുറച്ച് അങ്ങനത്തെ ചില പിതാക്കന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിസ്മാറ്റിക് രംഗത്തുള്ള ആളുകൾ അത് പരിചയപ്പെടണം. അങ്ങനെയുള്ള ആബ മക്കാറിയൂസ് ഒരു ദിവസം അവിടെ അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ തീയായി നിൽക്കുകയാണ്. അങ്ങനെ തീയായി നിൽക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഗ്രാമവാസികൾക്ക് എല്ലാം വലിയ സന്തോഷമാണ്. അപ്പോൾ ഗ്രാമവാസികളുടെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു യുവതി ഗർഭിണിയായ സമയത്ത് ആ യുവതി ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ കാരണം ആ മലയിലെ സന്യാസിയാണെന്ന് പറഞ്ഞു. കേട്ടപാടെ കേൾക്കാതെ നമ്മുടെ തരത്തിൽ നമ്മുടെ ഈ ഒരു പ്രത്യേക ഫനാറ്റിക് സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം കൊണ്ട് ഓടി വന്ന് ഈ മക്കാറിയൂസ് എന്ന് പറഞ്ഞ ഈ സന്യാസിനെ വലിച്ചിട്ട് ഇടിച്ച് ചവിട്ടി നാശാക്കി. അപ്പോൾ ഒരു യുവാവുണ്ട്. ആ യുവാവിന് ഈ മക്കാറിയൂസിൻ്റെ നല്ല കാര്യങ്ങൾ അറിയാം. ആ യുവാവ് ഓടി വന്ന് ഒരു വിധത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച് മലയെ കൊണ്ടേ ആക്കി. മക്കാറിയൂസ് ഒരു അക്ഷരം മിണ്ടണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കാലം കഴിഞ്ഞ് ആ യുവതിക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. എന്തായാലും ശരി, അതെന്താന്ന് നോക്കണ്ട. കുറേ കാലം കഴിഞ്ഞ് ആ യുവതിയോട് അപ്പൻ ചോദിച്ച്, മോളെ ഇത് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ തുറന്നു പറ. അത് ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ ആ യുവതി തുറന്നു പറഞ്ഞു, എൻ്റെ ഈ ഗർഭത്തിന് കാരണം ഈ മലയിലുള്ള മക്കാറിയൂസ് അല്ല, പന്നയോ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉടനെ ഗ്രാമവാസികളെല്ലാവരെയും വിളിച്ചുകൂട്ടി. അവർ പറഞ്ഞു, ഗ്രാമവാസികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, നമ്മുടെ സന്യാസിനെ നമ്മൾ ആദരിക്കണം. നമ്മുടെ സന്യാസി നമ്മൾ അകാരണമായി മർദ്ദിച്ചു, അകാരണമായി ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. നമ്മുടെ നാടിന് ദോഷമാണ്. അദ്ദേഹത്തെ പോയി കാണണം, ക്ഷമ പറയണം. ഇത് ചെറുപ്പക്കാരൻ അറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് പറഞ്ഞു, പിതാവേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സത്യമായും ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ സത്യസന്ധത തെളിഞ്ഞു, പിതാവിൻ്റെ വിശുദ്ധി തെളിഞ്ഞു, പിതാവിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. ഗ്രാമവാസികളെല്ലാവരും ഒന്നടങ്കം ബോധ്യപ്പെട്ട് പിതാവിനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ മക്കാറിയൂസ് ആകെ വിഷമിച്ചു. അദ്ദേഹം വേഗം ഒരു ചെറിയൊരു തോൾസഞ്ചിയുണ്ട്, അതിനകത്ത് വേഗം കിട്ടിയ സാധനമൊക്കെ ഇട്ട് ക്ഷണനേരം കൂടി എത്ര നേരത്തെ പോകാമോ അത്ര നേരത്തെ ആ മല വിട്ട് അടുത്ത മലയിലേക്ക് നദി കടന്ന് അടുത്ത മലയിലേക്ക് പോയി അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ആ ഗ്രാമവാസികൾ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാനോ, അദ്ദേഹത്തിന് സത്യസന്ധത തെളിഞ്ഞതിൽ അവിടെ നിന്ന് സന്തോഷിക്കാനോ, ആ മഹത്വം സ്വീകരിക്കാനോ ഒന്നും അവിടെ നിന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതം എന്താണ്? സംസാരപ്രിയം, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കുന്ന സന്തോഷം മാത്രമല്ല, നമ്മുടെ സത്യസന്ധതയൊക്കെ തെളിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്നൊരു അംഗീകാരം, നമുക്ക് കിട്ടുന്നൊരു ബഹുമാനം, നമ്മുടെ ഒരു നീതി, നമ്മുടെ ഒരു സാധനം, ഇതെല്ലാം കിട്ടി നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നത് പറഞ്ഞാലും സത്യത്തിൽ സാത്താൻ നമ്മുടെ കഴുത്തിൽ കൊടുക്കിട്ട് നമ്മളെ ഒന്നും അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5:44 നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. പരസ്പരം മഹത്വം സ്വീകരിക്കാൻ നിങ്ങളിൽ നിന്ന് ഇനി എന്ത് കൂടുതൽ പ്രതീക്ഷിക്കണം? ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയും അത് കാത്തിരിക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം, അതായത് ഇങ്ങനത്തെ ഒരു പുള്ളിപ്പലി ഉണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടണം, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ സന്തോഷം. അത് റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ടല്ലോ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, അത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ നമ്മളുടെ നിരപരാധിത്വം തെളിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതല്ല നമ്മുടെ സന്തോഷം. അത് ത്യജിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരമോ അതൊക്കെ സത്യം തെളിഞ്ഞ് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും തന്നെ ജീവിക്കണം, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് ചോദിക്കാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഈഗോയാണ് ഇതിന് പുറകിൽ നിൽക്കുന്നത്. നമ്മുടെ 99% പ്രവർത്തികളുടെയും പുറകിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഈഗോയാണ്. ഈ പുള്ളിപ്പുലി അവിടെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പുള്ളിപ്പുലി എന്ന് പറയുന്നത്
അത് പിന്നെ നമ്മുടെ ദാനിയേലച്ചൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച്. നമ്മുടെ എന്താ പറയേണ്ടത്, ലസ്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ അശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ കണ്ടതിനേക്കാളൊക്കെ വലിയ അഭിഷേകങ്ങൾ ലോകത്ത് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കത്തോലിക്ക ശുശ്രൂഷകരിലൊക്കെ വലിയ വലിയ അഭിഷേകങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അതിലൊരു വിശുദ്ധൻ്റെ കാര്യം പറയാം. വിശുദ്ധ ബെർണാഡ് എന്ന് പറഞ്ഞാൽ അസീസി പുണ്യാളൻ്റെ ആദ്യത്തെ ശിഷ്യനായ ബെർണാഡുണ്ട്. അദ്ദേഹമല്ല, മറ്റൊരു ബെർണാഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ലോക ബഹുമാനം ആഗ്രഹിച്ചിട്ടില്ല. ലോക ബഹുമാനം ഉപേക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കി അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ മൈക്ക് കൂടെ പ്രസംഗിച്ചില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തെറ്റായ ഒരു ബോധ്യമാണത്. നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മരിക്കുന്നുവോ, നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മറഞ്ഞ് പുറകോട്ട് പോകുന്നുവോ, അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തിൽ കൂടുതൽ പ്രബലപ്പെടാൻ തുടങ്ങും. വിശുദ്ധ ബെർണാഡിന്റെ ജീവചരിത്രം വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ബെർണാഡ് ഒരു പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ആ പ്രദേശത്ത് നടന്നു പോകുന്ന സമയത്ത് ആ പോകുന്ന വഴികളിലുള്ള എല്ലാ പുരുഷന്മാരും കുട്ടികളും അവര് മാനസാന്തരപ്പെട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച് അവർ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി മിഷണറിമാരായിട്ട് പോകും. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡെങ്ങാനും ഒരു റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള സ്ത്രീകൾ ഓടിച്ചെന്ന് പുരുഷന്മാരെയും കുട്ടികളെയും മുറിക്കകത്തേക്ക് വാതിലിട്ട് കുറ്റിയിട്ട് പൂട്ടിയിടും. ബെർണാഡ് പോയതിനു ശേഷമേ ഇവരെ തുറന്നു വിടുകയുള്ളൂ. ലോക ചരിത്രത്തിലുണ്ടായ ഒരു അനോയിന്റിങ് ആണത്. നമ്മുടെ ഈ ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പം ഇതൊക്കെ നടക്കുന്നത്. ദൈവരാജ്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം കർത്താവിൽ മറയുന്നുവോ, നമ്മൾ എത്രമാത്രം നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കും നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ നമ്മുടേതായ ലോക ബഹുമാനകാംക്ഷ ഉപേക്ഷിച്ച് നമ്മൾ ലോകത്തിന് മരിക്കുന്നുവോ, അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉയർന്നു വരും. നമ്മളങ്ങനെ ലോകത്തിന് മരിക്കാതെ ലോകത്തിന് നമ്മൾ ഫ്രണ്ടിൽ നിന്നാൽ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 ഖണ്ഡികയിൽ ഈ കാര്യം സഭാമാതാവ് മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 പാരഗ്രാഫ്, ദ മോർ വി റിനൗൺസ് അവേഴ്സെൽവ്സ് ദ മോർ വി വാക്ക് ബൈ ദ സ്പിരിറ്റ്. നാം നമ്മെ തന്നെ എത്ര അധികമായി പരിത്യജിക്കുന്നുവോ അത്ര അധികമായി പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തന ഉന്മുഖനാക്കും. ഇന്ന് പരിശുദ്ധാത്മാവല്ല, നമ്മളാണ് പ്രവർത്തന ഉന്മുഖനായിരിക്കുന്നത്. ഉന്മുഖനായി ഒരു മുഖനായിരിക്കുകയാണ്.